ലക്ഷം രൂപ എടുക്കാനില്ല, മാസം 15,000 അടക്കാനില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കർ ആവാം. ഉച്ചയ്ക്ക് ശേഷം എങ്ങനെ ഇതിലൂടെ ഒരു സമ്പന്നാവാം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ പൈസ ഇല്ലാത്തവർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കർ ആവാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളെടുത്ത എല്ലാ തീരുമാനങ്ങളുടെയും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കൂടി ചേരുന്ന റിസൾട്ടാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ശരിയല്ലേ? അല്ലേ? നമ്മളെടുത്ത പല തീരുമാനങ്ങളും കോമ്പൗണ്ട് ചെയ്ത് അതിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം, ഇന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതം ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം പലതരത്തിൽ കളിച്ചു തീർക്കുന്നവരാണ് നമ്മൾ. പലതരത്തിൽ, അല്ലെ? ആ ജീവിതം പലതരത്തിൽ ജീവിതത്തെ ഒരു കളിയായിട്ട് കണ്ടാൽ ആ പലതരത്തിൽ ജീവിച്ചു തീർക്കുമ്പോൾ ഒന്നാമത് റെഫ്യൂസ് ടു പ്ലേ. ജീവിതം എന്ന് പറയുന്നത് എന്ത് കേട്ടാലും ഏത് അവസരം കേട്ടാലും റെഫ്യൂസ്, പിന്നെ ആവട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് റെഫ്യൂസ് ചെയ്ത് ജീവിച്ച് ജീവിതത്തെ ഒരു തമാശയായിട്ട് കാണുന്നത് റെഫ്യൂസ് ടു പ്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം, പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. 2, പ്രിറ്റൻഡ് ടു പ്ലേ. കണ്ടാൽ ഭയങ്കര സംഭവം, പക്ഷെ എന്തില്ല, നയാ പൈസ ഇല്ല. ജീവിതത്തിൽ എന്നും സ്ഥലിക്ക, എന്നിട്ട് എന്താണ്? പ്രിറ്റൻ, അഭിനയമാണ്. ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കണം. കാണാൻ ഭയങ്കര ലുക്ക, പക്ഷെ എന്തില്ല, നോ മണി നത്തിങ്, അല്ലേ? അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കണം. 3, പ്ലേ നോട്ട് ടു ഫെയിൽ. ജീവിതം തോൽക്കാതിരിക്കാൻ വേണ്ടി, നേരത്തെ പറഞ്ഞ സ്റ്റേബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അല്ലേ? തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കണം. അവസാനത്തെ ചോദ്യം, പ്ലേ ടു വിൻ. ഒറ്റ ജീവിതമാണ്, അത് ജയിക്കാൻ വേണ്ടി കളിക്കണം. അത് ജയിക്കാൻ വേണ്ടി കളിക്കണമെങ്കിൽ വിജയിച്ചു നിൽക്കുന്ന പ്രസ്ഥാനത്തോടൊപ്പം വിജയിച്ചു നിൽക്കുന്ന പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു സമ്പന്നായിട്ട് മാറാൻ പറ്റും. കാരണം ഒരു ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് ചെല്ലേണ്ടി വരും. എവിടെ? ദൈവത്തിന്റെ തിരുസന്നിധിയിൽ. അന്ന് ദൈവം നിങ്ങളോട് ചോദിക്കും, ഒരു പക്ഷേ, മോനെ, നിന്നെ മനുഷ്യനായിട്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ട് നീ എന്തൊക്കെ ചെയ്തു? അപ്പൊ നമുക്ക് പറയാം, 25 വയസ്സ് വരെ ഞാൻ ജീവിച്ചു അമ്മയുടെ അച്ഛൻ്റെ തണലിൽ. 25 വയസ്സ് കഴിഞ്ഞപ്പോ എനിക്കൊരു ജോലി കിട്ടി, അല്ലെ കല്യാണം കഴിച്ചു, എന്നിട്ട് മക്കളുണ്ടായി, എന്നിട്ട് അവരെ പഠിപ്പിച്ചു, എന്നിട്ട് അവരെ കല്യാണം കഴിപ്പിച്ചയച്ചു, എന്നിട്ട് ഞാൻ കുറെ നാൾ ജീവിച്ചു, ഇപ്പൊ ഇവിടെ വന്നു. അപ്പൊ ദൈവം ചോദിക്കും, നിന്റെ മതിലിനപ്പുറത്ത്, നീ ജീവിച്ചിരുന്ന നിന്റെ വീടിന്റെ മതിലിനപ്പുറത്ത് ഭർത്താവില്ലാത്തൊരു വിധവയുണ്ടായിരുന്നു, നീ കണ്ടില്ല അവരെ? അവിടെ അച്ഛനില്ലാത്ത മക്കളുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടില്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത 2 വൃദ്ധന്മാരുണ്ടായിരുന്നു ആ മതിലിനപ്പുറത്ത്, നീ കണ്ടില്ല അവരെ? ഇല്ല ദൈവമേ, കാരണം എനിക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അവരെ കാണാനോ അവരെ സംരക്ഷിക്കാനോ ഉള്ള പണം എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്തുകൊണ്ട്? ഞാൻ നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ, അല്ലേ, 2 കൈകൾ തന്നില്ലേ, 2 കണ്ണുകൾ തന്നില്ലേ, കാലുകൾ തന്നില്ലേ? നിനക്ക് എന്തിന്റെ കുറവായിരുന്നു? നിനക്ക് ഒരവസരം തന്നില്ലേ? എപ്പോഴും ദൈവം നമ്മൾക്ക് എന്തെങ്കിലും തരാൻ തീരുമാനിച്ചാൽ അത് ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു തരില്ല. അത് മറ്റൊരാളുടെ രൂപത്തിൽ ഒരവസരമായിട്ട് വരും. ആ അവസരത്തെ നിങ്ങൾക്ക് ഒരു ഭാഗ്യമായിട്ടോ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു പരാജയത്തിനായിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ